ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫ്ലൈറ്റ് ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് റിമോട്ട് കൺട്രോൾ ട്രക്കിന്റെ ചെയ്സ് ആണ്. അപ്പോൾ ഞാൻ ചെയ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് PVC പൈപ്പ് വെച്ചാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ അതൊരു വീഡിയോ കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു PVC ഷീറ്റ് ഞാനൊരു 2 സെൻറ്റിമീറ്റർ വീതിയിൽ വരച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനൊരു 5 പീസ് അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു അറ്റം നമുക്ക് ലൈറ്റർ ഉപയോഗിച്ചൊന്ന് ചൂടാക്കിയിട്ട് നമുക്കൊന്ന് വളച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു കമ്പ് ഉപയോഗിച്ചാണ് ഇവിടെ വളച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വശം വളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ വശം കൂടെ അതേപോലെ തന്നെ വളച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 വശവും വളച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗത്തോട്ട് ചെറുതായിട്ട് നമുക്ക് ലൈറ്റർ ഉപയോഗിച്ച് ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ വളച്ചെടുത്ത പീസിൻ്റെ പുറയിലോട്ട് ഞാൻ ഇതേപോലൊരു ചെറിയൊരു പീസും കൂടെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ഞാൻ ഒട്ടിച്ച പീസിൻ്റെ പുറകിലോട്ട് അതിനേലും ചെറിയൊരു പീസും കൂടെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. നമുക്കൊരു ചെറിയ പീസും കൂടെ നമുക്ക് ഏറ്റവും ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളെല്ലാ പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ് പേപ്പർ വെച്ച് ഇതൊന്ന് ഉരച്ചെടുക്കണം. നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതേപോലെ ഒരു പീസ് വെച്ച് ഒട്ടിച്ചിട്ട് നമ്മൾ അത് ചൂടാക്കി വളച്ച് ലോക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതുപോലെ നമ്മൾ 2 സൈഡും ചെയ്തെടുക്കണം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ലീഫ് സ്പ്രിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചെയ്സാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 29 ഇഞ്ച് നീളത്തിലും 1 ഇഞ്ച് വീതിക്കും ഒരു 4 പീസ് PVC ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 പീസ് വെച്ചാണ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഞാനപ്പോൾ 2 പീസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെയ്സിൻ്റെ മെയിൻ സ്ട്രക്ചർ. ഇനിയിപ്പോൾ ഞാൻ 3 പീസ് ഒരു 5 സെൻറ്റിമീറ്റർ നീളവും ഒരു 1 ഇഞ്ച് വീതിയിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3 എണ്ണം വെച്ച് ഇതേപോലെ കൂട്ടിച്ചേർത്ത് ഒട്ടിക്കണം. അപ്പം അതേപോലെ ഞാൻ 3 പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നീളത്തിലെ PVC ഷീറ്റ് കട്ട് ചെയ്തതിൻ്റെ നടുഭാഗത്തോട്ട് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ അങ്ങനെ 3 പീസാണ് ഒട്ടിച്ചെടുക്കാൻ പോണത്. അപ്പം ഒരു പീസ് കുറച്ച് സെൻട്രലായിട്ട് വെച്ചിട്ടും ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഒരു പീസ് ഏറ്റവും അറ്റത്തായിട്ട് വെച്ചും ഒട്ടിച്ചു കൊടുക്കണം. ഞാനപ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു ചെറിയൊരു PVC ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഞാനതൊരു എൽ മോഡലിൽ വളച്ചെടുക്കുവാണ്. ഇനി നമുക്കിത് ചെയ്സിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഒട്ടിച്ചതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് നല്ലൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ആ ഒരു പീസ് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് കമ്പി പീസുകൾ കൂടെ വേണം. ഇനിയിപ്പോൾ നമ്മുടെ കമ്പിയുടെ പീസുകൾ ഡ്രില്ല് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് പിടിപ്പിക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മുടെ നേരത്തെ വെച്ചിരിക്കുന്ന ആ ഒരു പീസിലോട്ട് നമ്മൾ ഇതേപോലെ ഡ്രില്ലർ വെച്ച് ഹോളിട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ആ കമ്പിയുടെ പീസ് ആ ഹോളിലോട്ട് വെച്ചിട്ട് അടിച്ചുറപ്പിച്ച് കൊടുക്കണം. അതുപോലെ എല്ലാ ഭാഗത്തും നമുക്ക് ഹോളിട്ട് കമ്പിയിട്ട് ഉറപ്പിക്കണം. ഇനി നമുക്ക് നമ്മൾ അടിച്ചു വെച്ച എല്ലാ കമ്പിയുടെ മുകളിലോട്ടും ഇതുപോലെ പശയും കൂടെ ഇട്ട് കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചെയ്സ് റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ കുറച്ച് PVC ഷീറ്റ് ഇതേപോലെ U ഷേപ്പിൽ വളച്ചെടുത്തിരിക്കുകയാണ്. ഇനി അതിലോട്ട് നമുക്ക് ഇതേപോലെ ഹോളിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ചെയ്സിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ ഹോളിട്ടെടുത്തിരിക്കുന്ന ആ ഒരു പീസ് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ ലീഫ് സ്പ്രിങ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്.
നമുക്കിത് ഒരു കമ്പി ഉപയോഗിച്ചാണ് നമ്മളിങ്ങനെ പിടിപ്പിക്കുന്നത്. ഇതേപോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പി അതിൻ്റെ അകത്ത് കയറി ഇരുന്നോളും. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കൂടെ നമ്മൾ സെയിം രീതിയിൽ തന്നെ പിടിപ്പിച്ചെടുക്കണം. നമ്മളിപ്പോൾ അപ്പുറത്തെ സൈഡ് പിടിപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും കൂടെ പിടിപ്പിക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ 2 ലീഫ് സ്പ്രിങ്ങും പിടിപ്പിച്ച് ഇനി ബാക്കിലും അതുപോലെ തന്നെ നമുക്ക് പിടിപ്പിക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ബാക്കിൽ കൂടെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഹോൾ ഇട്ടിട്ട് നമുക്ക് അവിടെ കൂടെ കമ്പി അടിച്ച് കയറ്റണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അതുപോലെ തന്നെ എല്ലാ സൈഡിലും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെയ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലെ സ്റ്റിയറിംഗ് സിസ്റ്റം നിർമ്മിക്കുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മാക്സിമം വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം. പുതിയതായിട്ടാണ് ആരെങ്കിലും ചാനലിലെ വീഡിയോസൊക്കെ കയറി കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും